അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ അല്ലാഹു തന്റെ അടിമകളോട് പറയുകയാണ്, നീ ഇന്ന കാര്യം ചെയ്താൽ ഞാൻ ഇന്നത് നിനക്ക് തരാം. അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഇന്ന കാര്യം നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇന്നത് ഉറപ്പായിട്ടും തരാം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിങ്ങളെയും പടച്ച് നമ്മളെ പരിപാലിക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ തന്റെ അടിമകളോട് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാ. അല്ലാഹു നടത്തിയ വാഗ്ദാനം എന്തെന്നറിയുമോ? ആ വാഗ്ദാനങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ, അല്ലാഹു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമല്ലോ, എന്നിട്ട് അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം നേടിയെടുക്കണമല്ലോ. അതാണല്ലോ ഒരടിമയുടെ ബാധ്യതയതാണല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമയതാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ തന്റെ അടിമകളോട് നടത്തിയ 5 വാഗ്ദാനങ്ങൾ ഖുർആൻ പറയുകയാ. 5 വാഗ്ദാനങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. ഈ പറയുന്ന വാഗ്ദാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാനുള്ള പരിശ്രമമാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നടത്തിയ 1ാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ? അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് നടത്തുന്ന 1ാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ? ലഇൻ ശകർതും ലഅസീദന്നകും. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നീ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നീ നന്ദി രേഖപ്പെടുത്തിയാൽ, നീ നന്ദിയുള്ളവനായാൽ ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു കണ്ണ് തന്നു, കാല് തന്നു, കൈ തന്നു, നാവ് തന്നു, കഴിവ് തന്നു. അല്ലാഹു എനിക്കും നിങ്ങൾക്കും പടച്ചവനെ എണ്ണിയാൽ തീർക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് നന്മകൾ, ആയിരക്കണക്കിന് നല്ല കാര്യങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദിയുള്ളവരാണോ? നമ്മൾ നന്ദി ചെയ്യുന്നവരാണോ? അല്ലാഹു പറയുന്നു, നീ നന്ദി കാണിച്ചാൽ നിനക്കെല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, നമ്മളിൽ എത്ര പേരാണ് നന്ദി കാണിക്കുന്നത്? നമ്മളിൽ എത്ര പേരാണ് നന്ദിയുള്ളവര്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, നന്ദിയുള്ളവര് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ, നന്ദിയുള്ളവര് കുറവാടോ. നന്ദി കാണിക്കുന്നത് വളരെ കുറച്ചാൾക്കാർ മാത്രമേ അല്ലാഹുവിനോട് നന്ദി കാണിക്കാറുള്ളൂ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. വാസിയേറിയ കച്ചവടം നടക്കുന്ന, ജനങ്ങൾ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുന്ന കമ്പോളമുണ്ടല്ലോ, ആ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. ആ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്, എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്, ആ കുറഞ്ഞ വിഭാഗത്തിൽ നീ എന്നെ പെടുത്തണേ തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യനെ ദുആ ചെയ്യുക.
പറയുകയാ, അല്ലാഹുവേ ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാന് എന്ന് ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ആ ന്യൂനപക്ഷമാരാണ്, ന്യൂനപക്ഷത്തിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഉമർ തങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കുകയാണ്, വഖലീലും മിൻ ഇബാദിഹി ശകൂർ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നന്ദിയുള്ളവര് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ, നന്ദി കാണിക്കുന്നവര് കുറച്ചാൾക്കാര് മാത്രമേ ഉള്ളൂ. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ എന്നാണ് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങളും അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ ഖലീൽ. അല്ലാഹുവേ ആ ന്യൂനപക്ഷത്തിൽ എന്നെയും പെടുത്തണേ അല്ലാ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ കഴിയാത്തതാണ്. രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുകയാണ്. എത്ര കിട്ടിയിട്ടും തികയാതെ ഇനിയും വേണം ഇനിയും വേണമെന്ന് പറഞ്ഞു അള്ളാന്റെ അടുക്കൽ നിന്ന് ഞാനും നിങ്ങളും ചോദിച്ചു വാങ്ങുകയാണ്. പക്ഷേ നന്ദിയില്ലാതെ പോകുന്നടോ. നന്ദി കാണിക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന നായെന്ന് പറയുന്ന ആ ഒരു നാൽക്കാലിയുണ്ടല്ലോ, അതിന് പടച്ചവനെ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ എത്ര കാലം കഴിഞ്ഞാലും അത് നന്ദി കാണിക്കുമടോ. യജമാനനെ മറന്നു പോകാത്ത ജീവിയാണ് നായ. പക്ഷേ അതിന്റെ സ്വഭാവ ഗുണം പോലും നമ്മളിൽ പലർക്കുമില്ലാതെ പോകുന്നടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലൈൻ ശകർതും ലഅസീദന്നകും. നീ എനിക്ക് എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, പാതിരാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. നബി തങ്ങളുടെ കാല് പോലും അവിടെ നിന്ന് നീര് കെട്ടുകയാണ്. അവിടത്തെ കാല് പോലും നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഇതുപോലെ കഷ്ടപ്പെടുന്ന പ്രവാചകനെ കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്. പിന്നെ എന്തിനാണ് നബിയേ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കാല് നീര് കെട്ടുന്ന രീതിയിൽ ഇത്രത്തോളം ത്യാഗം സഹിച്ചിട്ട് അവിടെ നിന്ന് ഇബാദത്ത് ചെയ്യുന്നതെന്ന് നബി തങ്ങളോട് തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. നബിതങ്ങൾ അവിടെ നിന്ന് ചോദിച്ച ചോദ്യമാണ്, നബിതങ്ങൾ പറഞ്ഞ മറുപടിയാണ്, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയാകണ്ട്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, സഹോദര, നമ്മൾ നന്ദിയുള്ള അടിമകളാണോ? റബ്ബിനോട് നന്ദി കാണിക്കുന്നവരാണോ? നമ്മൾ നന്ദിയുള്ളവരാകണം. അങ്ങനെ നന്ദി കാണിച്ച ഒരാളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ നന്ദിയുള്ള അടിമകളെ കുറിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരുപാട് ചരിത്രങ്ങൾ വായിക്കാൻ കഴിയുമല്ലോ, ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ കഴിയുമല്ലോ, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ചില അടിമകളെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹു ചില അടിമകളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ആ അടിമ നന്ദിയുള്ള അടിമയാണെന്ന്, ആ അടിമ നന്ദിയുള്ള അടിമയാണെന്ന് അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ചില അടിമകളുണ്ട്. ആരാണ് ആ അടിമയെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, നൂഹ് നന്ദിയുള്ള അടിമയാണ്, നൂഹ് നന്ദിയുള്ള അടിമയാണ്. നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. യഥാ നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാണെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ നിങ്ങൾ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ മാതൃക എന്തെന്നറിയുമോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നന്മ ഏതെന്നറിയുമോ? നൂഹ് നബിക്കൊരു പ്രത്യേകതയുണ്ട്, നൂഹ് നബിക്കൊരു പ്രത്യേകതയുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്താലും പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ, അവിടുന്ന് വെള്ളം കുടിച്ചാൽ, അവിടുന്ന് ഒരു വസ്ത്രം ധരിച്ചാൽ, പടച്ചവനെ എന്ത് ചെയ്താലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള ഒരടിമയാണ്. ആ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ആ നൂഹ് നബിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു നന്മ എന്താ? നൂഹ് നബിയുടെ ഒരു പ്രത്യേകത, എന്ത് ചെയ്താലും നൂഹ് നബി പറയും അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? തുടക്കവേ പോയി. ഞാൻ എന്താ പറഞ്ഞേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, നൂഹ് നബി എന്തു പറയുമായിരുന്നു? നൂഹ് നബി എന്തു പറയായിരുന്നു? നിങ്ങളോട് സുഖമാണെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാ പറയണ്ടേ? സുഖമാണെന്നോ? സുഖമാണെന്നാണോ? മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സഹാബി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറി വന്നു. നബിതങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് കാണുമ്പോൾ ചോദിക്കും, ഹാജിയാരെ കാക്ക നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലെ നബിതങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ എനിക്ക് റാഹത്താണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമത് തൊട്ടുപുറകിൽ ഒരാൾ കയറി വന്നു. ആ സ്വഹാബിയോട് നബിതങ്ങൾ ചോദിച്ചു, ഇതേ ചോദ്യം നിനക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു, ഖൈർ എനിക്ക് റാഹത്താണ് നബിയെ, സുഖമാണ് നബിയെ. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് ബർക്കത്തില്ലേ, എനിക്ക് ദുആയില്ലേ? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ നബിയെ ദുആയില്ലേ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? നല്ലപോലെ പറ, സുഖമാണോ? ഇതാ വേണ്ടത്. ഈ ഒരു ഗുണമാണ് നമുക്ക് നമ്മുടെ നാവിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാവരുടെ നാവിൻ്റെ മുമ്പിൽ അങ്ങനെ വരൂല.
എല്ലാവരുടെ നാവിൻ്റെ തുമ്പിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടാകില്ല. അതിന് അല്ല തന്നെ ഇഷ്ടപ്പെടണം. അല്ല ഇഷ്ടപ്പെട്ടവരുടെ നാവിൻ്റെ തുമ്പിലൂടെ മാത്രമേ ചില വാക്കുകൾ വരൂ. അതിൽപ്പെട്ട ഒരു വാക്കാണ് അൽഹംദുലില്ലാ എന്ന് പറയുക. അത് എല്ലാവർക്കും ജീവിതത്തിൽ ഇപ്പം ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ട്. നിങ്ങളെല്ലാവരും സിറാജിൻ്റെ വഅദ് കേൾക്കാൻ വന്നതാണോ? എനിക്കറിയാല്ല. ഇന്ന് വഅദിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദുആയാണ് നിങ്ങളുടെയൊക്കെ ആവശ്യം. നമ്മളെല്ലാവരും ദുആ പ്രതീക്ഷിച്ചു വന്നവരാ. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും, പ്രയാസങ്ങളും ജീവിതത്തിൽ പലതും കടന്നു വരും. ആ കടന്നു വരുന്ന സമയത്ത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞേ, അൽഹംദുലില്ലാ പറഞ്ഞേ. എല്ലാവർക്കും റാഹത്തല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ പറയാൻ പഠിക്കണം. അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും. ഇവിടെ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, ഓടിച്ചെന്നു, നോക്കുമ്പോൾ തോറ്റുപോയി, എന്തു പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, പോയി നോക്കിയപ്പോൾ എന്തുണ്ട്? A+ ഒന്നുമില്ല, തോറ്റുപോയി, എന്തു പറയണം? അൽഹംദുലില്ലാ. നാളെ രാവിലെ ജോലിക്ക് പോയപ്പോൾ മുതലാളി പറയുന്നു, ഇന്ന് നിന്റെ ലാസ്റ്റ് ദിവസമാ, ഇന്നത്തോടെ ശമ്പളം വാങ്ങിച്ചിട്ട് നീ പൊക്കോണം. അപ്പം നീ എന്തു പറയണം? നെഞ്ചത്തടിച്ച് കരയണല്ലേ? പോടാ ചങ്ങാതി, നീ ഇല്ലെങ്കിൽ അടുത്ത ജോലി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ റൂഹ് പിടിച്ചിട്ട് തിരിച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ചോദിക്കുകയാണ്, അവന്റെ കരളിന്റെ കഷ്ടത്തിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ അവൻ എന്താണ് പറഞ്ഞതെന്ന് പടച്ച റബ്ബ് മലക്കുകളോട് ചോദിക്കുമ്പോ ആ മലക്കുകൾ പോലും അള്ളാഹുവിനോട് അത്ഭുതത്തോടെ പറയുന്നു, അവന്റെ പൊന്നാര മകൻ മരിച്ചു പോയപ്പോഴും അവൻ അല്ലാ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പറയുമ്പോ അൽഹംദുലില്ലാ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. ഏതോ ജീവിതത്തിൽ എന്ത് പ്രയാസമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, എന്തെല്ലാം സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നിന്റെ നാവ് കൊണ്ട് പറയണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, സ്വർഗത്തിലൊരു വീട് പണിയാറ്, സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാറ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആ സ്വർഗത്തിന്റെ ആ കൊട്ടാരമുണ്ടല്ലോ, ആ വീടിന്റെ പേരെന്തെന്നറിയുമോ? ബൈത്തുൽ ഹംദ് എന്നാ വീടിന് പോലും പേര് വെക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സങ്കടമില്ലാത്ത ആരുമില്ല. ഒരുപാട് പ്രയാസങ്ങളും നീറുന്ന ഹൃദയത്തോടെയാണ് പലരും ഇവിടെ ഇരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിഹാരം വേണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണേ. എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞു പഠിക്കണം. അത് വല്ലാത്ത ഒരു ഗുണമാടോ, അത് വല്ലാത്ത ഒരു ഗുണമാടോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കണം സഹോദരാ. ഉർവ തങ്ങളുടെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ ഈ വിരല് മുറിച്ചു മാറ്റണം, തങ്ങള് പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് വിരല് മുറിച്ചു മാറ്റണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പടച്ച റബ്ബേ, കാലിന്റെ വേദന കൂടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ വേദന കൂടിയപ്പോ നടക്കാൻ കഴിയാതെ വന്നപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരെ രണ്ടാമതും കാണിക്കുകയാ. അവര് പറഞ്ഞു, തങ്ങള് കാലിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് പഴുപ്പ് വ്യാപിച്ചു
പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാൽപ്പത്തി മുറിച്ച് മാറ്റണം തങ്ങള്. നേരത്തെ വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പൊ കാൽപ്പത്തി തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്നനുസരിക്കൂ. അങ്ങനെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാണ്. വൈദ്യന്മാര് തയ്യാറാവുകയാ. കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പോടെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് കുടിക്കണം, തങ്ങളെ ഇത് കുടിക്കണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കുടിക്കൂല. എന്തിനാണിത് കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാ, താങ്ങാൻ കഴിയാത്ത വേദനയാ. അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം ക്ഷമ കിട്ടുമല്ലോ, ഒരു സമാധാനം കിട്ടുമല്ലോ, വേദന കുറച്ചറിയാതിരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് കുടിക്കണമെന്ന് ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, കള്ളില് ശിഫയില്ല, എന്തു വന്നാലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. എങ്ങനെയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടിമുറിക്കുന്നത്? എങ്ങനെയാണ്? അവർ വല്ലാത്ത സങ്കടത്തിലായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരേ? അതിന് ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. എന്താണ് പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയുമോ? ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ച് മാറ്റിക്കോ. ഉർവതങ്ങൾ അവിടെന്ന് പറയുകയാ. എന്നിട്ട് അവിടെ നിന്ന് ഒളുവെടുക്കുകയാണ്. ഉർവതങ്ങൾ അവിടെ നിന്ന് ഒളുവെടുക്കുകയാണ്. പടച്ചവനെ, നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നിയ്യത്ത് ചെയ്ത് കൈകെട്ടുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചടോ. അവിടെ നിന്ന് ഫാത്തിഹ ഓതുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا. സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ടവിടുന്ന് പാരായണം ചെയ്യുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാർ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചടോ. ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ ചെറുപ്പക്കാരാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഉർവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ. അവിടെ നിന്നൊരു കാലങ്ങ് മുറിച്ചു മാറ്റിയടോ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു അനങ്ങുന്നില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, നിസ്കാരത്തിലാണല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. തന്റെ മുറിച്ച കാലിൽ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിലൂടെ രക്തമൊഴുകുകയാ. എന്ത് ചെയ്തിട്ടും പടച്ചവനെ ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ. പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനുള്ള വഴിയാണ് സൈത്തെണ്ണ തിളപ്പിച്ചിട്ടാ കാലിലങ്ങ് മുക്കുന്നത്. പടച്ചവനെ, സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് അതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്കങ്ങ് മുക്കുകയാ. പടച്ച റബ്ബേ, ഉർവതങ്ങളെപ്പോഴും നമസ്കാരത്തിലോ. തിളച്ച എണ്ണ മുക്കിയിട്ട് പോലും ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഉർവതങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചൊരായത്തോതുകയാണ്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ
അള്ളാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാ. അവസാനം പടച്ചവന് ഉർവതങ്ങൾ അവിടുന്ന് തളർന്ന് താഴെ വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ കാലിലേക്ക് മരുന്ന് വെച്ച് കെട്ടി. വൈദ്യന്മാരെല്ലാവരും സങ്കടത്തിലാണ്. ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അല്ലാ, എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുമ്പോ ഉർവതങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ വിട്, എവിടെ ഉർവതങ്ങൾ വിട് എന്ന് ചോദിച്ചുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തിരയുന്നത്? അവിടെന്ന് പറയുകയാ, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, പടച്ചവനെ ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ പൊന്നാര മകന്റെ മരണവാർത്തയുമായിട്ടാണ് കടന്നു വരുന്നത്. കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. ആ കാല് മുറിച്ചത് പോലും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മകന്റെ മരണവാർത്ത വരുന്നത്. വല്ലാത്ത സങ്കടമായിടോ. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഉർവതങ്ങള് പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനവിടെന്ന് മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും ഉർവതങ്ങള് പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായല്ലോ, എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങളെ അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലുമില്ലാത്ത ആയിരക്കണക്കിന് പേര് ഭൂമിയിലുണ്ടല്ലോ. നടക്കാൻ കഴിയാതെ ഇഴഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു എനിക്ക് ഒരു കാലെങ്കിലും ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. മഹാനായ ഉർവതങ്ങൾ പറയുകയാണ്, 7 മക്കളെ തന്നിട്ട് ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. എന്റെ ഒരു മോനെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കൾ അല്ലാഹു ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ അവിടെന്ന് പറയുകയാണ്. പിന്നെ നോക്കുമ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. വല്ലാതെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാണ് തങ്ങളെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ചെറുപ്പക്കാരാ കേൾക്കണേ പൊന്നുമോനെ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇനി പഴയതുപോലെ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ഇനി പഴയതുപോലെ ഒരുപാട് നന്ദി ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാ. ആ സങ്കടം കൊണ്ടാണ് കരഞ്ഞു പോയതെന്ന് പറയുമ്പോ അല്ലാഹു കാല് തന്നു, കൈ തന്നു, കണ്ണ് തന്നു, എല്ലാം തന്നിട്ടും അല്ലാഹനെ മറന്നു നടക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവര് നമ്മൾ നന്ദിയില്ലാത്തവരായി പോകുന്നടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. ആ പ്രവാചകൻ ഒരു നന്ദിയുള്ള പ്രവാചകനാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നറിയുമോ? ആ പ്രവാചകൻ എന്തു ചെയ്താലും പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആ ഒരു നല്ല സ്വഭാവം ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്.
ഒരു ഗുണം ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ പ്രവാചകനാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഗുണപാഠം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. റബ്ബേ, ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാതെ ഇഷ്ടപ്പെട്ട പ്രവാചകനാ. ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, ഭക്ഷണം കഴിക്കാൻ സമയമായാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ, ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഒരാളെ കിട്ടാതെ വന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, ഉച്ച കഴിഞ്ഞോ വൈകുന്നേര സമയമായിട്ടും ആളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാ. ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സങ്കടത്തോടെ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ച റബ്ബേ, ഞങ്ങൾ പോകട്ടെ അല്ലാ, ഞങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ പോകട്ടെ അല്ലാ. മലക്കുകൾക്ക് പോലും ആ രംഗം കണ്ടിട്ട് സങ്കടം വന്നടോ. അങ്ങനെ അല്ലാഹുവിനോട് മലക്കുകൾ അനുവാദം ചോദിച്ചിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എത്രയും വലിയ ഒരു പരീക്ഷണം തരണമെങ്കിൽ, അല്ലാഹുവേ, കുഷ്ഠരോഗമെന്ന് പറയുന്ന ഒരു രോഗം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ അത്രത്തോളം അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടല്ലേ, അല്ലാഹുവിന് അത്രത്തോളം നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം തന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് വേണം കഴിക്കാൻ, വയല് കേൾക്കാൻ വന്നവരെ അല്ലാഹു സങ്കടം തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരുമടോ, അല്ലാഹു ഒരുപാട് വേദനിപ്പിക്കുമടോ. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അല്ലാഹു സങ്കടം തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തരുന്നത്, അല്ലാഹു പ്രയാസങ്ങൾ തരുന്നത് എന്തിനെന്നറിയോ? വെറുപ്പായത് കൊണ്ടല്ല ഉമ്മാ, വല്ലാത്ത സ്നേഹം കൂടിയത് കൊണ്ടാ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് പടച്ചവരെ, ആ ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമടോ. ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതാ മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദന്മാർക്ക്, പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ വല്ലാത്ത പ്രതിഫലമാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നിസാരമായി കാണരുതടോ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നിനക്കറിയാതട്ടാ. പടച്ചവനെ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ്, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാറ് വല്ലാതെ മടി കാണിക്കുന്ന പലരുമുണ്ടടോ. പെങ്ങളെ, നിനക്കതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അറിയാതട്ടാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ
അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പണ്ടത്തെ പ്രായമുള്ള ഉപ്പമാര് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. അവര് പടച്ചവനെ പള്ളി ദറസിൽ പഠിക്കുന്ന മുത്തഅല്ലിമിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ഞാൻ ഭക്ഷണം കൊടുക്കാം, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കറിയാം അതിൻ്റെ പ്രതിഫലം എന്തെന്ന്. എന്താണ് പ്രതിഫലമെന്നറിയുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താലും അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവന് എനിക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാ. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാ. എപ്പോ ദുആ ചെയ്താലും, നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും, സദഖ കൊടുത്തിട്ടാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, കല്യാണ വീട്ടിലാണെങ്കിലും, വഅദ് പറയുന്ന മജ്ലിസിലാണെങ്കിലും, എപ്പോഴും അല്ലാഹുവിനോട് എന്ത് ചോദിക്കാൻ മറന്നു പോയാൽ സ്വർഗ്ഗം തരണേ, സ്വർഗ്ഗം തരണേ, സ്വർഗ്ഗം തരണേ എന്ന് ചോദിക്കാൻ മറക്കാറില്ലല്ലോ. റമളാനിന്റെ 30 ദിനങ്ങളിൽ എപ്പോ ദുആ ചെയ്താലും അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അപ്പോഴും സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുന്നവരല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മുടെ സ്വർഗ്ഗം കിട്ടാൻ ദുആ ചെയ്യുമ്പോ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ് 4 വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നീ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. മോനെ, 33 വയസ്സാടാ. വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. പടച്ചവനെ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, വെളുപ്പ് കൂടിയവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാ. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? ഈജിപ്തിലെ പെണ്ണുങ്ങൾ കൊട്ടാരത്തിലിരിക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ആ യൂസുഫിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു പോയെന്ന് പറയുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകുന്നവർക്ക് എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമെന്നാണ്. അവിടെയാണ് മോനെ അല്ലാഹു അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ പാലരുവികളും തേനരുവികളും ഒഴുകുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. അവിടെ വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, അവിടെ ദിക്ർ പറയണ്ട. എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനാണിത് ചെയ്തതെന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല. പടച്ചവനെ, അവിടെ ആസ്വാദനമാണല്ലോ, അവിടെ അടിച്ചുപൊളിയാണല്ലോ. നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ,
അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാവോര്. ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവരെ പടച്ചവരെ, 4 വിഭാഗത്തെ എനിക്ക് തരണേ അല്ലാ. 4 വിഭാഗം ആൾക്കാർക്ക് എന്നെ തന്നെ കൊടുക്കണേ അല്ലാ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ആ ദുആ ചെയ്യുന്ന സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുതഇമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, തന്റെ മുമ്പിൽ വരുന്നവന് വെറും കൈയോടെ മടക്കാത്തവനോ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവേ, ആ മനസ്സു നൽകണേ അല്ലാ. പടച്ച റബ്ബേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയോ. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നമ്മളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്. ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖതു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റില്ലേപ്പാ?